ദിലീപ് കുമാർ, താങ്കൾ ഈ സൂര്യാഘാതത്തിന്റെ ഒക്കെ ഒരു എക്സ്പെർട്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇല്ല, ഞങ്ങളും വിശ്വസിക്കുന്നില്ല. അതെ, അല്ല, സൂര്യാഘാതവും സൂര്യാതപവും അത് സംബന്ധിച്ചൊന്നും ഒരു എക്സ്പെർട്ട് അല്ല. പക്ഷെ എങ്കിലും എനിക്ക് ഇന്ന് ഈ ചേർന്ന ഈ ഉന്നതതല യോഗത്തിന്റെ തീരുമാനങ്ങൾ, കാരണം നമ്മൾ വിചാരിച്ചാൽ ഇത് ഈ ചൂടെന്ന് പറയുന്ന ആഗോള താപനം അല്ലെങ്കിൽ എൽ നിനോ പ്രതിഭാസം, അതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന ഈ കൊടും ചൂട്, ഇതൊന്നും നമുക്ക് മാത്രമായി നിർത്താൻ കഴിയുന്നതല്ല. അതിനെ പ്രതിരോധിക്കാനും നമുക്ക് അങ്ങനെ കഴിയില്ല. പ്രതിരോധിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് കുട കൊണ്ടുപോകാം, അല്ലെങ്കിൽ തണലിൽ നിൽക്കാം, വെള്ളം ധാരാളമായി കുടിക്കാം. അത്തരത്തിലുള്ള പ്രതിരോധം അല്ലാതെ നമുക്ക് ഈ സൂര്യനെ ഡയറക്റ്റ് അവിടുന്ന് സൂര്യനിൽ നിന്ന് വരുന്ന ചൂടിനെ പ്രതിരോധിക്കാൻ അതെ മറ്റു മാർഗങ്ങളില്ല. അതുകൊണ്ട് ഇന്ന് പക്ഷേ ആ യോഗ എടുത്തിട്ടുള്ള ചില തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ ഈ കേരളത്തിലെ ജനങ്ങൾ ഒന്നാകെ ഒറ്റക്കെട്ടായി നിന്ന് അതിൽ പല സംഘടനകൾ, ഈ നാട്ടിലുള്ള സംഘടനകളടക്കം, സാംസ്കാരിക സംഘടനകളുണ്ട്, സർവീസ് സംഘടനകളുണ്ട്, ഗ്രാമപഞ്ചായത്തുകളുണ്ട്, മുനിസിപ്പാലിറ്റികളുണ്ട്, അങ്ങനെയുള്ള ഈ സംവിധാനങ്ങൾ ഒന്നാകെ ഒരുമിച്ച് നിന്നുകൊണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് വളരെ മാതൃകാപരമായ ചില നിർദ്ദേശങ്ങളാണ് എന്നതിൽ തർക്കമില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പ്രാദേശിക തലങ്ങളിൽ തന്നെ ഇത്തരത്തിലുള്ള ഈ തണ്ണീർ പന്തലുകൾ പോലെയുള്ളവ കാര്യങ്ങളൊക്കെ സർക്കാർ ചെയ്യാൻ തീരുമാനിച്ചു. അതെ, സർക്കാർ മാത്രമല്ല, ഞാൻ പറഞ്ഞ ഈ നാട്ടുകാരുടെ സഹായത്തോടു കൂടി, ഈ പ്രാദേശികമായിട്ടുള്ള സാംസ്കാരിക സംഘടനകളുടെ അടക്കം സഹായത്തോടു കൂടി ഇത്തരം കാര്യങ്ങൾ ചെയ്യുക, അത് ഇതിനെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങളിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒന്ന്. മറ്റൊന്ന്, ഇന്നത്തെ യോഗത്തിലും അതിലൊരു വിയോജിപ്പുള്ളത്, നേരത്തെ തന്നെ ഈ സംസ്ഥാനത്ത് തെരഞ്ഞെടുക്കപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ ബേൺ ക്ലിനിക്കുകൾ ആരംഭിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ അത് ഇപ്പോഴും പ്രാവർത്തികമായിട്ടില്ല. നമ്മൾ ഈ മുണ്ടത്തിക്കോട് ഈ സ്ഫോടനം നടന്ന സമയത്തും ഇത്തരത്തിലുള്ള ഈ ബേൺ ക്ലിനിക്കിനെ കുറിച്ച്, അതായത് പൊള്ളലേറ്റു വരുന്നവർക്ക് പ്രത്യേക പരിചരണം നൽകുന്ന ക്ലിനിക്കുകളെ കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഇന്നത്തെ യോഗത്തിലും ആ നിർദ്ദേശം ഉയർന്നു വന്നിട്ടുണ്ട്. അടിയന്തരമായി ചികിത്സ നൽകാൻ അല്ല, ബേൺ വാർഡുകൾ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ചില, ഇത് എല്ലാ ആരോഗ്യ ഒരു രോഗിക്ക് ഒരു വാർഡ് വേണമെന്ന് പറയുന്നത്. നമ്മുടെ ബാക്കി എല്ലാ രോഗപ്രതിരോധ സംവിധാനം ഈ സ്കിന്നിൽ കൂടാണ്. ആ സ്കിന്ന് പോയി കഴിഞ്ഞാൽ ഉള്ള അസുഖങ്ങളൊക്കെ കയറി പിടിക്കും എന്നുള്ളത് കാരണം ഒരു രോഗിക്ക് ഒരു വാർഡ് എന്ന മട്ടിലുള്ള സംവിധാനം ഉണ്ടാവണമെന്നായിരുന്നു കെജിത്താ രോഗം പറഞ്ഞത്. പക്ഷെ നടന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ദിലീപ്, നമുക്ക് അതുപോലെ മറ്റൊരു കാര്യം കൂടി, അതായത് ഈ ചൂട് കൂടുന്തോറും ഈ ചൂടിനെ പ്രതിരോധിക്കാനുള്ള AC ഉപയോഗിക്കുന്നതിന്റെ അളവ് കൂടും. അത് AC-കളുടെ എണ്ണം നമ്മുടെ വീടുകളിൽ പോലും സാധാരണഗതിയിൽ ഇപ്പോൾ അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രമേൽ കൊടും ചൂടായിട്ടുണ്ട്. AC ഒരു ആഡംബര വസ്തുവല്ല, ഒരു ആവശ്യ വസ്തു എന്ന നിലയിലേക്കൊക്കെ മാറുന്നുണ്ട്. അപ്പോൾ വൈദ്യുതി ഉപഭോഗം കൂടുമ്പോൾ വൈദ്യുതി ഉൽപാദനം ഒരു വശത്ത് കുറയുകയാണ്. അപ്പോൾ വൈദ്യുതിയുടെ ഉൽപാദനം കൂട്ടുക എന്നുള്ളതും, അല്ലെങ്കിൽ അത്തരം ഇനി ഭാവിയിൽ ഈ ചൂട് കൂടുകയാണ് ഉണ്ടാവുക എന്നത് അറിഞ്ഞുകൊണ്ട് അതിനുള്ള ബദൽ മാർഗങ്ങൾ കൂടി നമ്മൾ ഇപ്പോഴേ തന്നെ കണ്ടെത്തേണ്ടത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.